വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ ടൗൺ ബ്ലോക്ക് തല പ്രകടനവും ധർണയും നടന്നു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ധർണാ സമരം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം MS ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷന്റെ പരിഷ്കരണത്തിന് അവശേഷിക്കുന്ന ഒരു ഗഡു അനുവദിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക, 19% ക്ഷാമാശ്വാസ ഗഡുക്കൾ അടിയന്തരമായി അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, PFRDA നിയമം റദ്ദു ചെയ്യുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും മെഡിസബ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക, 20 വർഷം സർവീസിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക, എക്സ് ഗ്രേഷ്യ പെൻഷൻകാർക്ക് മറ്റ് പെൻഷൻകാർക്ക് അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഏറ്റുമാനൂർ പേരൂക്കവലയിൽ നിന്നും പെൻഷൻകാരുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന ധർണാ സമരം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം MS ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റ് ഇതര ഡിമാൻഡുകളെല്ലാം ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക 4ാം ഗഡു, അന്ന് നമുക്ക് ലഭിച്ച ക്ഷാമബത്ത, അതിൻ്റെ കുടിശ്ശികയുടെ ബാക്കി ഗഡുക്കൾ, അതോടൊപ്പം 2021 മുതൽ ലഭിക്കേണ്ട ക്ഷാമാശ്വാസം ഏതാണ്ട് 6 ഗഡുക്കൾ വരും. അത് ലഭിച്ചിട്ടില്ല. ക്ഷാമാശ്വാസം ലഭിച്ചിട്ടില്ല. ഈ കലണ്ടർ ഇയറിൽ നമുക്ക് തന്ന 2 ഗഡു ക്ഷാമാശ്വാസം 2%, 3% അല്ലേ, അതിൻ്റെ കുടിശ്ശിക ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടേറെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇനിയും നമുക്ക് ലഭിക്കാൻ കിടക്കുകയാണ്. KSSPU ഏറ്റുമാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് KV ജോഷി അധ്യക്ഷനായിരുന്നു. MP മോഹനചന്ദ്ര പ്രതാപ്, KV പത്മനാഭൻ, KN സോമദാസൻ, KK സോമൻ, പ്രൊഫസർ KA രാധാകൃഷ്ണൻ നായർ, PP ഗോപി, PK വിശ്വനാഥൻ, രാജേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു.